പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. തുടങ്ങുമ്പോൾ സ്പീഡായി പോയി സാരമില്ല, ഇതിലറിയാമല്ലോ നമ്മുടെ പഴയ ഡയലോഗൊക്കെ തന്നെ. വെൽക്കം ടു മിസ്റ്റർ പ്രാന്തൻ. അപ്പം ഇറ്റ്സ് മീ മിസ്റ്റർ പ്രാന്തൻ വിത്ത് എ ന്യൂ അൺബോക്സിങ്. അപ്പം ഞാൻ ഡ്യൂഡ് ആകാൻ പോവല്ല, നേരെ ഡ്യൂഡിലേക്ക് പോകാം. അതിന് മുമ്പേ പുതിയ വീഡിയോ ആണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 500 അടിച്ചോന്ന് അറിയത്തില്ല, അടിക്കുവാണെങ്കിൽ കാണാം. എന്തായാലും അതിനെന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽമിയുടെയും വിവോയുടെയും ഒരു ഐറ്റമാണ് ഒപ്പോ. റിയൽമി, വിവോ, ഒപ്പോ. അപ്പം ഒപ്പോയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒപ്പോ A53. ഇതും നമ്മുടെ ഒരു മച്ചാൻ്റെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ കൂടെ അന്ന് കണ്ടം വ്ളോഗ്സിന് വന്നിട്ട് മീനെ മൊത്തം പിടിച്ചുകൊണ്ട് പോയ മച്ചാനാണ് അവൻ. ആ മച്ചാൻ്റെ പേര് അറിയാമല്ലോ, ചാക്കോച്ചൻ എന്ന് പറയും. അപ്പം പുറകെ കൊണ്ട് ഒരു ബ്ലൂപ്പർ ഉണ്ട് അവസാനം. ആ ഒരു ബ്ലൂപ്പർ കണ്ടോളാം. അതിൻ്റെ പുറകെ നിന്ന് ഫസ്റ്റ് സീൻ ഒന്ന് കൊളവാക്കി തരുന്നതന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ബോക്സാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്, ഒപ്പോടെ A53. അപ്പം നമുക്ക് പൊട്ടിക്കാമെന്നില്ല, പൊട്ടി ശരിയാക്കുവാണ്. അപ്പോൾ ഇത് പയ്യെ മണ്ടക്കോട്ട് ഇങ്ങനെ തള്ളിക്കഴിയുമ്പോൾ ഇരുന്നില്ലോ. അപ്പം എന്തായാലും വലിച്ചു കഴിഞ്ഞിട്ട് ഇത് ഒരു കവരും ഇതും ഒരു കവറുമാണ്. 2 കവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നല്ല കട്ടിയുണ്ട് പണ്ടാരത്തിന്. അപ്പോൾ ഇത് പയ്യെ ഒന്ന് പൊക്കാം. താഴെ പോയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്തൊക്കെ പിന്നെ ഫീച്ചേഴ്സാണ് ഈ സൈഡിൽ ചെയ്തത്. സ്റ്റാർട്ടിങ് ഞാൻ ഒപ്പോ എന്ന് പറഞ്ഞ 3 അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് എല്ലാം അതിനകത്തുണ്ട്. സർവാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പോയുടെ ഫോൺ ഇരിപ്പുണ്ട് അകത്ത്. വലിയ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒപ്പോയുടെ ഫോൺ അൺബോക്സ് ചെയ്യാൻ നേരത്ത് ഒപ്പോയുടെ ഫോൺ അകത്തില്ലെങ്കിൽ ആണക്കേടാണ്. അപ്പോൾ ഇത് ഒപ്പോയുടെ ഫോണാണ് കേട്ടോ. പിന്നെ അതിലൂടെ നമുക്ക് ചാവി വരുന്നുണ്ട്. ഇത്രയും വലിയ പെട്ടിയൊക്കെ കിട്ടുമ്പോൾ നമ്മളൊക്കെ എന്ത് വലിയ സംഭവമായിരിക്കുന്നു. അതിനകത്ത് ചാവിയും പിന്നെ കവറുണ്ട്. കവർ ഇട്ട് വെച്ചേട്ടോ. നമ്മൾ നേരത്തെ പൊട്ടിച്ച് ഒരു 7 ദിവസം വരെ ഉപയോഗിക്കുന്നുണ്ട്. ഒരാഴ്ച ഉപയോഗിക്കുന്നതായിട്ട് യൂസ് ഒരാഴ്ച ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച ഉപയോഗിക്കുന്നത് നല്ല കുഴപ്പമൊന്നുമില്ല ഫോണിന്. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ കിട്ടിയെന്ന് പറയുന്നത് ഈ 2 ഐറ്റമാണ്. ഒരു 18 വോൾട്ട് ചാർജറും പിന്നെ കേബിളും, C ടൈപ്പ് കേബിൾ കേട്ടോ. C ടൈപ്പ് ചാർജിങ് കേബിളാണ്, USB-യുടെ C ടൈപ്പ് ചാർജിങ് കേബിളും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതിനകത്ത് ഭദ്രമാക്കി ചാക്കോച്ചൻ ഇപ്പം വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് പയ്യെ തുറക്കാം. തുറന്ന് കഴിയുമ്പോൾ ഫോൺ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഊരി എടുക്കാൻ പാടാ. ആയാലും നമ്മളൊരു ഇത് എടുക്കണം. ഇത് എടുത്ത് പണിയാണ്. അതാണ് ഈ ചില കമ്പനിക്കാർക്കൊന്നും ശരിക്കും പാക്ക് ചെയ്യാൻ അറിയത്തില്ല. ഫോണൊക്കെ ഇപ്പം താഴെ കളഞ്ഞോളെന്ന് പറഞ്ഞ രീതിയിലാണ് വരുന്നത്. നിങ്ങൾ ഐഫോണിൻ്റെ സാധനങ്ങൾ താഴെ കളയുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇതും എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നത്. എന്നെക്കാണ് അതിൻ്റെ പഴഞ്ഞൊക്കെ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ പോകുന്നത് പുറത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ്, ഒരു ഗ്രീനിഷ് വൈറ്റ് കളർ വരുന്നുണ്ട് ഇതിന്. അതിനൊരു പേര് പറയാൻ എനിക്കറിയത്തില്ല. ഒരു ഗ്രീനിഷ് വൈറ്റ് കളർ. പിന്നെ സൈഡിൽ ബാക്കിൽ ഫിംഗർ വിത്ത് 3 ക്യാമറ, 13 മെഗാ പിക്സൽ, 2 മെഗാ പിക്സൽ, 2 മെഗാ പിക്സലിൻ്റെ അങ്ങനെ 3 ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും. പുറകിലാണ് ഫിംഗർ വരുന്നത്, ഫിംഗർ ലോക്ക് വെക്കാം. പിന്നെ സൈഡിൽ നമ്മുടെ പിന്നെ ഓൺ ബട്ടൺ, ഓണും ഓഫ് ബട്ടണും. ഈ സൈഡിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ എന്തായാലും താഴെ പിന്നെ സാധാ എല്ലാം ഫോണിനെ പോലെ തന്നെ ഒരു ഹെഡ്സെറ്റ് കുത്താനുള്ള പോർട്ടും, ചാർജിങ് പോർട്ടും, പിന്നെ സ്പീക്കറും, മൈക്കും, അങ്ങനെ 3 സാധനം താഴെയുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ആണല്ലേ, കണ്ടോ, എടുത്തിട്ടുണ്ട്.
നിങ്ങൾ ആ വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല വീഡിയോസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുമ്പോൾ ദൈവം മണ്ടയ്ക്ക് വന്ന് കിടക്കുന്നുണ്ടോ ബാറിൽ, ആ സാധനം, ആ വീഡിയോയുടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്യാമറ, അതിൻ്റെ പേര് ക്യാമറ ട്രോളി അല്ലല്ലോ, ക്യാമറ സ്ലൈഡർ, ആ സാധനത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് നമ്മൾ എടുത്ത വീഡിയോസാണ് അതൊക്കെ. മിക്കതും നല്ല വീഡിയോസ് തന്നെ. അപ്പോൾ ഈ ഫോൺ എന്തെങ്കിലും നമ്മളൊന്ന് ഓൺ ചെയ്യണം. ഫോൺ ഓണായില്ലേ? അമർത്തിപ്പിടിയടാ. ഓണായിട്ടുണ്ട് കേട്ടോ. ഒരു വൈബ്രേഷൻ വരും ഓണാകുന്ന നേരത്തെ. ഓണായില്ലേ നടക്കട്ടെ തന്നെ. ഒപ്പോ ബൈ ആൻഡ്രോയിഡ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയൊരു ഒരു പച്ച ഒരു വെള്ള മനുഷ്യൻ, രണ്ട് ചെവിക്കാത്ത സാധനമൊക്കെ വെച്ചിട്ട് വെള്ള മനുഷ്യൻ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് ഉപ്പാടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ. സംഭവം ഓണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സ്പെസിഫിക്കേഷൻസ് പറയുവാണെങ്കിൽ ഇത് 5000 mAh ബാറ്ററി, പിന്നെ 6 GB 128-ൻ്റെ ഫോൺ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 6 GB റാം, 128 ഇൻ്റർണൽ മെമ്മറിയും, എക്സ്പാൻഡിൽ അപ് ടു 256. അപ്പം അത്ര ഇതിലാണ് ഈ ഫോൺ ഇരിക്കുന്നത്. അതിന് ഡിസൈനൊക്കെ നല്ല ഇതാണ്, സ്മൂത്താണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് കവർ കിട്ടുന്നുണ്ട്. പിന്നെ എന്നാ പറയാനാ, പിന്നെ പറയുവാണെങ്കിൽ ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സ്മൂത്ത് ഡിസ്പ്ലേ ആണ് കേട്ടോ. സംഭവം സ്മൂത്ത് ഡിസ്പ്ലേ തന്നെ കേട്ടോ. അപ്പം നേരത്തെ പിന്നെ പിക്കാച്ചു എന്നൊക്കെ പറഞ്ഞ് ഒച്ച വന്ന് അതൊക്കെ സാറല്ലേ വിട്ടേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ എല്ലാം ഗൂഗിളിൻ്റെ എല്ലാ ആപ്പും ഉണ്ട്. അതൊന്നും കളയാനും പറ്റത്തില്ല, ഡിസേബിൾ ആക്കി വെക്കാനും പറ്റത്തുള്ളൂ. ഗൂഗിളിൻ്റെ മിക്ക ആപ്സും ഉണ്ട്. പിന്നെ ബാക്കി ഇതിനകത്ത് കാണുന്ന വാട്സപ്പ് അതൊക്കെ നമ്മൾ കയറ്റി കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്ത് നല്ല ക്ലാരിറ്റി ഒക്കെ തന്നെയുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ 18 വോൾട്ട് ചാർജർ, നല്ല സ്പീഡിൽ തന്നെ ചാർജ് കയറും. പിന്നെ എന്താ പറയുക, പിന്നെ ക്യാമറയുടെ കാര്യം പറയുവാണെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി ഇങ്ങനെ കാണിക്കാൻ പറ്റും, നോക്കട്ടെ. ഇത് നമ്മുടെ ബാക്കിലത്തെ 13 മെഗാ പിക്സൽ ക്യാമറയുടെ വ്യൂ ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസും ഒന്ന് കണ്ടിട്ട് ഫോട്ടോസൊക്കെ കണ്ട് കാണുമല്ലോ. അപ്പോൾ ഞാൻ ബോച്ചയായി. അവന് ഭയങ്കര വിഷമമായി. നമ്മൾ ബോബി ചെമ്പന്നൂറിനെ ഞാൻ ബോച്ചിന്ന് വിളിച്ചുകൊണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ബോച്ചിയുടെ സ്റ്റൈലും പിടിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പിന്നെ അത് സെൽഫി ക്യാമറ എടുത്താൽ കേട്ടോ, അത്രയും ഡിസ്റ്റൻസ് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ എടുത്താണ്. പിന്നെ എന്നാ പറയുക, പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് പറഞ്ഞാൽ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടുത്തെ വരുന്നത്. പിന്നെ ഇതിനെ കളർ കിട്ടി കേട്ടോ, ഫെയറി വെയിറ്റ് എന്നതിൻ്റെ കളറിൻ്റെ പേര്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ വില കിടക്കുന്നത് 15,000 റുപ്പീസ് എന്നെ കിടപ്പുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സെബ്രോണിക്സിൻ്റെ സ്പീക്കറിൻ്റെ ഇതിട്ട് അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ വില തെറ്റാന്ന് പറഞ്ഞു. ഞാൻ ഓഫറുള്ളപ്പോൾ വാങ്ങിച്ചതെന്ന് ഞാൻ കൃത്യമായിട്ട് അത് പറയുന്നത്. എന്നിട്ട് എന്നോട് ഒരു കമൻറ്റ് വന്നൊരു കമൻറ്റാണ്, ഞാൻ പിന്നെ പ്രൈസ് തെറ്റിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ അത് 1,400 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ തെറ്റല്ല, നിങ്ങൾ അത് ഓർക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 15,400 സംതിങ് കിടപ്പുണ്ട്. അത് ഇനിയും വേണമെങ്കിൽ കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം, അത് എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ആമസോണും ഫ്ലിപ്കാർട്ടും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടിലും കയറി നോക്കാം. പിന്നെ നല്ലൊരു ഫോൺ തന്നെയാണ്. നമ്മൾ സെൽഫി ക്യാമറയൊക്കെ ഇടുമ്പം ഈ ഫ്രണ്ടിലൊക്കെ ഒന്ന് ലൈറ്റ് കറങ്ങും, അതൊക്കെ രസമാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് അടുത്തേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ സെൽഫി ക്യാമറയ്ക്ക് ഇടാൻ പോവാണ്. ഇത് കണ്ട ലൈറ്റ് ഒരു കറങ്ങിയത്. അപ്പോൾ നമ്മുടെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ പുറകിൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡാൻസൊക്കെ കാണാം. പുറകിൽ ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിന്ന് ഇപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് അടിച്ച് പഴയ വരാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോൺ തന്നെയാണ്, എല്ലാവരും വാങ്ങിക്കാതെ ഞാൻ നിർബന്ധിക്കുന്നില്ല. നല്ല ബഡ്ജറ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ല, ലോക്ക്ഡൗൺ തീരാറായി, ഇനി ഫോൺ വാങ്ങിച്ചിട്ട് കാര്യമില്ല. കൊച്ചുങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇനി തുടങ്ങുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ലൊരു ഫോൺ തന്നെ എന്ന് പറയുന്നത് നമ്മുടെ
കൊറോണ വിട്ട ആൾക്കാരുടെ ഫോണല്ല. ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഫോണാണ്. കാരണം ഇതിൻ്റെ കവറിന് പുറകെ എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടാ. ഇത് ഇന്ത്യയുടെ ഫോണാണ്. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെ, ആൻഡ്രോയിഡ് വേർഷന് ഓടുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ എല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ആപ്സും ഡൗൺലോഡ് ചെയ്യാം. നല്ലൊരു ഡിസ്പ്ലേയും ഇതെല്ലാം കൊള്ളാം. 4Kയുടെ ഡിസ്പ്ലേ വരും, കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻ്റർവ്യൂ അല്ല, അൺബോക്സിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നിർത്താൻ പോവുകയാണ്. പക്ഷേ ഇത് ഫുൾ ഡിസ്പ്ലേ അല്ല കേട്ടോ, ഇത് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ അല്ല. ആരും തെറ്റിദ്ധരിക്കരുത്, മലയാളം അറിയാത്ത കുട്ടിയാണ്, അതുകൊണ്ടാണ്. ഇത്രയും ഭാഗം നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നില്ല, ഇത്രയും ഫുൾ ഡിസ്പ്ലേ വരുന്നില്ല, കുറച്ചേ വരുന്നുള്ളൂ. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ സ്ക്രീൻ ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയും ഭാഗം ഡിസ്പ്ലേ വരുന്നില്ല, ഇത് നടുക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതൊരു കുഴപ്പമല്ല, നമുക്ക് ഫുള്ള് വേണമെന്നില്ല. നല്ല ക്ലാരിറ്റിയോടെ വീഡിയോസും ഫോട്ടോസും എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോട്ടോ കണ്ടില്ല, അത് മാക്രോ ലെൻസ് എടുത്ത ഫോട്ടോ ആയിരുന്നു അത്ര രീതിയിൽ. പിന്നെ ആ സെക്കൻഡ് വന്നത് പോർട്രേറ്റാണ്. നല്ല മഴ പെയ്യാൻ പോകുന്നത്, ഇടിയും മിന്നുന്നുണ്ട്. ഇപ്പോൾ ഈ അൺബോക്സിങ് ചെയ്യുന്ന ഫോണൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഇടിമിന്നിലേക്കാന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇങ്ങോട്ട് കാണിക്കേ. അപ്പോൾ അതായത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇടിമിന്നിലേക്ക് മുമ്പേ വീഡിയോ അവസാനിച്ച് പോകണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ലിങ്കും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ്, ഞാൻ പറയാത്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ പോയി റീഡ് ചെയ്ത് പോകണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ, ഓപ്പോ A53 സൈനിങ് ഔട്ട്.